ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് KSU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. തിരുവനന്തപുരത്താണ് പ്രതിഷേധം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ KSU നടത്തുന്നത്. ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിലാണ് ഈ ഒരു പ്രതിഷേധം. KSUവിന്റെ പ്രതിഷേധം നടക്കുന്നത്. സുനിഷ അയിലൂർ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സുനിഷ, പ്രതിഷേധം കനക്കുകയാണോ? ശക്തമായ പ്രതിഷേധമാണ് KSU സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗമായി ഇവിടെ നടക്കുന്നത് എന്നതാണ്. ഈ പറഞ്ഞതുപോലെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ നടപടികളൊന്നും തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് പ്രതിഷേധം നടക്കുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലേക്കുള്ള മാർച്ചാണ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു. ഇപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കാണാം, ബാരിക്കേഡിന് മുന്നിൽ നിന്ന് ഈ പ്രതിഷേധക്കാർ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ബാരിക്കേഡിന് മുകളിൽ നിന്ന് പ്രതിഷേധിക്കുകയാണ്. 3 പ്രാവശ്യം ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. പ്രധാനമായും പറയുന്ന ചില കാര്യങ്ങൾ: ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ ട്യൂഷൻ സെന്റർ മാഫിയകളുണ്ട്. സ്വകാര്യ ട്യൂഷൻ സെന്റർ ലോബികളെ നിയന്ത്രിക്കാൻ പ്രത്യേക സമിതിയെ സർക്കാർ നിയമിക്കണം. ട്യൂഷൻ സെന്റർ മാഫിയയുടെ ഭാഗമായ അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കണം തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് KSU പ്രധാനമായും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മുതൽ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ KSU പറഞ്ഞിരുന്നു. പക്ഷേ നിലവിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അന്വേഷണ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായ നടപടി ഒന്നും തന്നെ ഉണ്ടാകാത്തതിന് പിന്നാലെയാണ് ഈ MS സൊല്യൂഷനെതിരെ പോലും ഒരു FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിൻ്റെയൊക്കെ സാഹചര്യത്തിലാണ് നിലവിൽ KSUവിൻ്റെ പ്രതിഷേധം. ഇതാ വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കടന്നിരിക്കുന്നു എന്നതാണ്. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ പറഞ്ഞതുപോലെ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന കാര്യം KSU നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. നമ്മൾ കോഴിക്കോട് DD ഓഫീസിലടക്കം KSUവിൻ്റെ പ്രതിഷേധ മാർച്ച് കണ്ടതാണ്. പിന്നാലെ തന്നെ ഇതിലൊരു നടപടി എടുത്തില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നത് KSU അറിയിച്ചതാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം. ഇതാ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നു. പ്രതിഷേധവുമായി KSU പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെ വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. ഇത് 4ാം തവണയാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ഏതായാലും ശക്തമായ പ്രതിഷേധം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇതാ വീണ്ടും ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. വീണ്ടും ബാരിക്കേഡിന് മുകളിൽ പ്രതിഷേധവുമായി എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഈ പറയുന്നത് പോലെ കൃത്യമായ നടപടി എടുക്കുക എന്ന ആവശ്യം തന്നെയാണ് KSU മുന്നോട്ട് വയ്ക്കുന്നത്. തുടക്കം മുതൽ പറഞ്ഞ നിരവധി ആവശ്യങ്ങളുണ്ടായിരുന്നു. അതിലൊക്കെ തന്നെയും കൃത്യമായ ഒരു തീരുമാനമാകേണ്ടതുണ്ട് എന്നതാണ്. നേരത്തെ ഈ വിദ്യാഭ്യാസ കമ്മീഷനെ വെച്ചുകൊണ്ട് 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാനായിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുമുണ്ട്. അധ്യാപകരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുന്ന കാര്യത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത്തരത്തിൽ നടപടികളിലേക്ക് കടന്നിട്ട് പോലും ഈ ആരോപണ വിധേയരായിരിക്കുന്ന MS സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് പ്രധാന പ്രശ്നമായി ഉയരുകയും ചെയ്യുന്നത്. എന്തുകൊണ്ട് അത്തരത്തിൽ നടപടിയെടുക്കാൻ സർക്കാർ വിമുഖത കാണിക്കുന്നു എന്നത് തന്നെയാണ്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു. വീണ്ടും പ്രതിഷേധക്കാർ ബാരിക്കേഡിന് മുകളിൽ കയറുന്നൊരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു എന്നതാണ്. പ്രപ്രതിഷേധം ശക്തമാക്കുന്നു. ഈ നേരത്തെ തന്നെ ഈ 1 മണിയോടുകൂടിയായിരുന്നു സമരം പറഞ്ഞിരുന്നത്. ഏതായാലും പ്രതിഷേധക്കാർ ഈ KSUയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ അടക്കമുള്ളവർ ഈ സമരത്തിൻ്റെ ഭാഗമായി ഉണ്ട് എന്നതാണ്. ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പുറത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നത് അറിയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരമൊരു പ്രതിഷേധവും നടക്കുന്നത്. ബാരിക്കേഡിന് മുകളിൽ പ്രതിഷേധക്കാർ കയറി നിൽക്കുന്നൊരു സാഹചര്യം കാണാം. വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ ബാരിക്കേഡിന് മുകളിൽ കയറുക ഒരു സാഹചര്യമാണുള്ളത്. ഈ പോലീസിന് നേരെ നേരത്തെ തന്നെ ഈ കല്ലും ഈ വടിയുമൊക്കെ എറിയുന്നൊരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു, സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. നിലവിൽ ഏതായാലും വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഈ ബാരിക്കേഡിന് മുകളിൽ കയറാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. ഏതായാലും വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നതാണ്. ഇതേ രീതിയിൽ തന്നെ പ്രതിഷേധവുമായി മുന്നോട്ടേക്ക് പോകുമെന്നുള്ളത് KSU അറിയിച്ചതാണ്. അതിൻ്റെ ഒരു സൂചന മാത്രമാണ് ഇന്ന് തിരുവനന്തപുരത്ത് ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലേക്ക് കാണുന്നത് എന്നതാണ് ഇവർ പറയുകയും ചെയ്യുന്നത്. പ്രധാനമായും ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെ പല ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. ഈ പറയുന്നത് പോലെ MS സൊല്യൂഷൻ പോലെ ഇതേ തരത്തിലുള്ള മറ്റ് സ്ഥാപനങ്ങൾക്കെതിരെയും ആരോപണം ഉയർത്തിയിരുന്നു. ഇവരുടെ സാമ്പത്തിക സ്രോതസ് അടക്കം കൊണ്ടുവരണമെന്നൊരു ആവശ്യം കൂടി പറഞ്ഞിരുന്നു.